നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ഇതുവരെ വന്ന വാർത്തകൾ ആഴത്തിൽ പരിശോധിക്കാം. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഭഗവത്ഗീതയും ഉപനിഷത്ത് വചനങ്ങളും ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി അവിടെ മറുപടി നൽകി. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചില്ല. 3 സെഷനുകളിലായി നടന്ന ചർച്ചയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ നിയോഗിക്കാനും തീരുമാനമായി. അയ്യപ്പ സംഗമത്തിൽ കൂടുതൽ പങ്കാളിത്തമുണ്ടായെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒക്ടോബറിൽ ശബരിമല സന്ദർശിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി യുവതീ പ്രവേശന വിവാദത്തിൽ മൗനം പാലിച്ചു. അയ്യപ്പ സംഗമത്തിനെതിരെ കോടതിയിൽ പോയവർക്കും വിമർശനം. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് എത്തിയത്. ശബരി റെയിലും റോപ്പ് വേയും വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. ശബരി റെയിൽപാത, റോപ്പ് വേ, വിമാനത്താവളം ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ചർച്ചയിൽ ഉയർന്ന ആവശ്യങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് മന്ത്രി PK ശേഖർ ബാബു പറഞ്ഞു. 3 സെഷനുകളിലായി നടന്ന ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ ശുപാർശ ചെയ്യുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. സംഗമത്തിൽ 4126 പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. 2125 പേർ കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണ്. വിദേശത്ത് നിന്ന് 182 പേരെത്തി. ചർച്ചകളിൽ ഒരു കൗണ്ടറിലെ മാത്രം എണ്ണമെടുത്ത് തെറ്റായ സംഖ്യ നൽകിയെന്നും VN വാസവൻ. 4126 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. 2125 പേർ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ 1819 പേർ. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചരണം അഴിച്ചുവിട്ടവരുണ്ട്. പരാതികളില്ലാതെ സംഗമം പൂർത്തിയാക്കിയെന്നും VN വാസവൻ പറഞ്ഞു. 24 പമ്പ. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് പമ്പയിൽ കണ്ടതെന്ന് കോൺഗ്രസ് വിമർശിച്ചു. സംഗമം സമ്പൂർണ്ണ പരാജയമെന്ന് BJPയും വിമർശിച്ചു. ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. വിശ്വാസികൾ ഒന്നടങ്കം തന്നെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഏറെക്കുറെ വിജയിച്ചു. പരിപാടിയിൽ പ്രതീക്ഷിച്ച ഭക്തജന പങ്കാളിത്തം ഉണ്ടായില്ലെങ്കിലും പ്രബല സമുദായ നേതാക്കളെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ സംഘാടകർക്ക് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രധാന രാഷ്ട്രീയ നീക്കം വിജയിച്ചു എന്ന വിലയിരുത്തലിലാണ് സർക്കാർ. ഉദ്ഘാടന സെഷനിൽ ആളുകൾ കുറവായിരുന്നു. പിന്നിലെ കസേരകൾ ഒഴിഞ്ഞുകിടന്നു. പിന്നീട് ശബരിമല തീർത്ഥാടകരെ കയറ്റി കസേര നിറച്ചു. ഇത്തരം വിമർശനങ്ങൾ പറയാമെങ്കിലും അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നിറവേറി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറും KPMS ജനറൽ സെക്രട്ടറി പുന്നൽ ശ്രീകുമാർ ഉൾപ്പെടെ സമുദായ നേതാക്കൾ ഒരേ വേദിയിൽ മുഖ്യമന്ത്രിക്കൊപ്പമിരുന്നു. മറ്റ് സമുദായ സംഘടനാ പ്രതിനിധികളും വേദിയിലെത്തി. സർക്കാർ അനുകൂല സമുദായ ഐക്യം പ്രകടമായി എന്നത് ചെറിയ കാര്യമല്ല. അതും ശബരിമല വിഷയത്തിൽ. വിവാദ പരാമർശങ്ങളിൽ മുസ്ലിം സംഘടനകളിൽ നിന്ന് വിമർശനം നേരിടുമ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗവേദിയിലെത്തിയത് മുഖ്യമന്ത്രിയുടെ കാറിലായിരുന്നു. വിവാദ പരാമർശങ്ങളിൽ ആരോപണം നേരിടുമ്പോഴും വെള്ളാപ്പള്ളിയെ പിണറായി ചേർത്തുപിടിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കവാടം കടക്കാൻ കേരളം ഒരുങ്ങുമ്പോഴാണ് ഈ രാഷ്ട്രീയ കാഴ്ചകൾ. അതേസമയം പങ്കാളിത്തം പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാകാതിരുന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനും തിരിച്ചടിയായി. 24 പമ്പ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, ഇപ്പോൾ മനസ്സിൽ ഭക്തിയുണ്ട്. അതുകൊണ്ടാണ് അയ്യപ്പ വിഗ്രഹം സ്വീകരിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അവർ എല്ലാ അയ്യപ്പ ഭക്തരാണെന്ന് എല്ലാം ഇതൊക്കെ മുമ്പ്
ഇവരെല്ലാം ഈ പറഞ്ഞ പലരും ആദർശത്തിന് വേണ്ടി പണ്ടെല്ലാം ഇങ്ങനെ നിരീശ്വരത്വം പറയുമെങ്കിലും അയ്യപ്പനെ കാണാൻ വരുന്ന 90% മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരല്ലേ. അവൻ പണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പോയി. പിണറായി തന്നെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ലേ? പിന്നെ ഭക്തനല്ലെങ്കിൽ വരാതിരിക്കുക. ഇവർക്കെല്ലാം മനസ്സുഭക്തിയാണെന്ന്. ഇപ്പം തന്നെ അയ്യപ്പനല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഇന്ന്. അപ്പോൾ ഭക്തനല്ലെങ്കിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാലേ മേടിച്ചില്ലേ സന്തോഷമായിട്ട്. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഡൽഹിയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ RK പുരം സെക്ടർ 2-ലെ അയ്യപ്പ ക്ഷേത്ര പരിസരത്ത് ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയായിരുന്നു. ശ്രീരാമദാസ ആശ്രമം അധ്യക്ഷൻ ശക്തി ശാന്താനന്ദ ഭദ്രദീപം തെളിയിച്ചു. സംഗമത്തിന് ഡൽഹി NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ പിന്തുണയുണ്ട്. 2018-ലെ ശബരിമല പ്രക്ഷോഭത്തിലെടുത്ത കേസുകൾ പിൻവലിക്കണം, ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച് വികസന പരിപാടികൾ നടപ്പാക്കണം, സാമ്പത്തിക അടിസ്ഥാനത്തിൽ തീർത്ഥാടകർക്കിടയിൽ വിവേചനം ഉണ്ടാക്കരുത് എന്നിവയാണ് സംഗമത്തിലൂടെ ആവശ്യപ്പെടുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. തിരുവനന്തപുരത്ത് പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പെഴുതി BJP കൗൺസിലർ ജീവനൊടുക്കി. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ തിരുമല അനിലാണ് കൗൺസിലർ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന ആരോപണം കുറിപ്പിലുണ്ട്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. പിന്നീട് BJP ഇക്കാര്യത്തിൽ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് രാവിലെ 8:30-ഓടെ തിരുമലയിലുള്ള ഓഫീസിലെത്തിയാണ് അനിൽ ജീവനൊടുക്കിയത്. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും പുറത്തുവന്നു. അനിൽ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 7 കോടിയിലധികം രൂപ വായ്പ നൽകിയിരുന്നു. വായ്പ എടുത്തവർ പലരും പണം തിരികെ നൽകിയില്ല. നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാ കുറ്റവും തന്റെ പേരിലായി. പാർട്ടി നേതൃത്വവും സഹായിച്ചില്ല. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിലുള്ളത്. ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് BJP നേതാക്കളും സ്ഥിരീകരിക്കുന്നു. കേരളത്തിൽ മുഴുവൻ നടക്കുന്ന സഹകരണ സംഘങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടി അറിയുകയും, പക്ഷേ ക്രമക്കേടൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ള പാർട്ടിക്ക് വിശദമായി തന്നെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അല്ല, അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ളൊരു സഹകരണ സംഘമുണ്ട്. അതിൽ FD ഒക്കെ കൂടുതലും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് വന്നിട്ടുള്ളത്. നിരവധി പേർ ലോൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ ഈ ലോൺ എടുത്തവരൊക്കെ തന്നെ ആവേശത്തോടെ പണം വാങ്ങിക്കൊണ്ടുപോയാലും കൃത്യമായിട്ട് സമയത്ത് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ക്രമക്കേട് ബാങ്കിൻ്റെ പേരിലോ അവിടുത്തെ ബോർഡ് മെമ്പർമാരുടെ പേരിലോ ഉണ്ടായിട്ടില്ല. അനിലിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ BJP പ്രവർത്തകരുടെ വിമർശനമുണ്ടായി. മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. 24 ക്യാമറാമാൻ രാജ് കിരൺ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായി. 24 തിരുവനന്തപുരം. CPIM വനിതാ നേതാവ് KJ ഷൈൻ, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവർ നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് KN ഉണ്ണികൃഷ്ണൻ ആവർത്തിച്ചു. വിവാദത്തിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KJ ഷൈനും ഒരേ വേദിയിലെത്തി. അപവാദ പ്രചരണത്തിന് പിന്നിൽ ആരെന്ന ചോദ്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. CPIM-ലെ വിഭാഗീയതയും മുൻമന്ത്രി S ശർമ്മയുടെ പേരും വിവാദത്തോട് കൂട്ടിക്കെട്ടുന്നത് ശരിയല്ലെന്ന് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ. ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ VD സതീശനാണ് മറുപടി പറയേണ്ടതെന്നും MLA. അത് പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ്. ഇതാണ്, ഈ ബോംബാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഇനി ഷാജഹാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അൺഹോളി റിലേഷൻഷിപ്പ് അദ്ദേഹത്തിനുണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. വാർത്ത പുറത്തുപോയത് CPIM-ൽ നിന്നാണെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് സൈബർ ആക്രമണത്തിൽ സർക്കാരിന് ഇരട്ട നീതിയാണെന്നും ആക്ഷേപം. ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി? ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അധിക്ഷേപിച്ചു. എന്നിട്ട് അവർ പരാതി കൊടുത്തു. കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാ. പോലീസ് അന്വേഷണത്തിൽ എല്ലാം പുറത്തുവരുമെന്ന നിലപാടിലാണ് KJ ഷൈൻ. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയോ ഒരു മനുഷ്യ വ്യക്തിയെയോ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. അതിന് ടോട്ടലി അഗൈൻസ്റ്റ് ആണ് ഞാൻ. അപവാദ പ്രചരണം നടത്തിയ KM ഷാജഹാനെതിരെ ശക്തമായ നടപടി വേണമെന്ന നിലപാടിലാണ് PV ശ്രീനിജൻ MLA. മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. വ്യാജ പ്രചാരണത്തിനെതിരെ നൽകിയ പരാതിയിൽ KN ഉണ്ണികൃഷ്ണന്റെ മൊഴി മുനമ്പം DYSP രേഖപ്പെടുത്തി. 24 കൊച്ചി.
സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം കാരക്കോട് മാടമ്പ്ര സ്വദേശിയായ 13-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മരിച്ച തൃശൂർ സ്വദേശി റഹീം ജോലി ചെയ്ത കോഴിക്കോട് പന്നിയങ്കരയിലെ ഹോട്ടൽ തുറക്കരുതെന്ന് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. പനിയും തലവേദനയുമായി ഇന്നലെ വൈകിട്ടാണ് 13-കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടി 2 മാസം മുൻപ് പുഴയിൽ കുളിച്ചിരുന്നു. കുട്ടി ICUവിലാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതും വെറ്റ്മൗണ്ടിൽ പോസിറ്റീവാണ്. ആ കുട്ടി സ്റ്റേബിളാണ് നിലവിൽ എന്നാണ് പറഞ്ഞത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണ്ണം അതുകൊണ്ട് 5 പകരം 6 ആവും. 6 പിന്നെ കുട്ടികളുടെ ഭാഗത്ത് താഴെ ആസ്പത്രിയിൽ ശ്രീകലം കുട്ടികളുടെ ആസ്പത്രിയിൽ 3 പേര്. ഇന്നലെ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമിന് രോഗം ബാധിച്ചത് എവിടെ നിന്നെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാൾ ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ശ്രീനാരായണ ഹോട്ടലിന് കോർപ്പറേഷൻ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ 14-ന് ഇയാളുടെ കൂടെ താമസിച്ചു ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ശശിയും മരിച്ചിരുന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ 2 മരണമുണ്ടായതിനാൽ കരുതൽ നടപടി എന്ന നിലയിലാണ് നിർദ്ദേശം. നിലവിൽ 9 പേരാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ല. 24 കോഴിക്കോട്. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പിലൂടെ ബന്ധം സ്ഥാപിച്ച് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ യൂത്ത് ലീഗ് നേതാവിനെ പിടികൂടാതെ പോലീസ്. തൃക്കരിപ്പൂർ സ്വദേശിയായ സിറാജുദ്ദീനാണ് ഒളിവിൽ പോയത്. സംഭവത്തിൽ കോട്ടയം സ്വദേശി ജിതിൻ ദാസ്, ചെങ്ങന്നൂർ സ്വദേശി അബ്ദുൾ കലാം ആസാദ് എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കോളേജ് അധ്യാപകനും കോട്ടയം പൊയിൽ സ്വദേശിയുമായ പുളിയുള്ളപ്പറമ്പിൽ ജിതിൻ ദാസിനെ തലശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ചെങ്ങന്നൂർ സ്വദേശി അബ്ദുൾ കലാം ആസാദിനെ കൊച്ചി എളമക്കര പോലീസ് പിടികൂടുകയായിരുന്നു. 16-കാരനെ ഇടപ്പള്ളിയിലും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വെച്ചാണ് അബ്ദുൾ കലാം ആസാദ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. കുട്ടിയുമായി ഡേറ്റിംഗ് ആപ്പിലൂടെ ചാറ്റിംഗ് നടത്തിയാണ് പ്രതി 16-കാരനെ എറണാകുളത്തേക്ക് എത്തിച്ചത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 15ആയി. ചന്തേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ യൂത്ത് ലീഗ് ജില്ലാ നേതാവ് സിറാജുദ്ദീനെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കേസെടുത്തത് അറിഞ്ഞതു മുതൽ പ്രതി ഒളിവിലാണ്. ഗേ ഡേറ്റിംഗ് ആപ്പിൽ മറ്റു കുട്ടികൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 24 കാസർഗോഡ്. തിരുവനന്തപുരം കുന്നത്തുകാലിൽ തെങ്ങ് കടപുഴകി വീണ് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. വസന്തകുമാരി, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. തൊഴിലുറപ്പ് ജോലിക്കിടെ വിശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നത്തുകാൽ ചാവടി വാർഡിലെ കുന്നാനൂർ കോണത്ത് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ വിശ്രമിക്കുന്നതിനിടെ സമീപത്തെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. അയ്യോ, വേറെ ഒന്നുമില്ല, വരുമാനമൊന്നുമില്ല. തുണി അലക്കിയാണ് ജീവിക്കുന്നത്. 65 വയസ്സാവും. എന്നെ എല്ലാത്തിലും മൂത്തത് 6 പെണ്ണാണ് ഞങ്ങൾക്ക്. ഇതിൽ മൂത്തവള് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അടിക്കുകയെന്ന് പറഞ്ഞ് 3 പേരെ അടിച്ച് ഓടി. ആക്കി ഓടാൻ പറ്റിയില്ല അവർക്കൊന്നും. തെങ്ങ് മറിഞ്ഞ് വന്ന് പാലത്തിൽ വീഴുന്നു. പാലത്തിൽ ഇരുന്നവരാണ്. റോഡിൽ വീഴുന്നപ്പോൾ പാലം ഒടിഞ്ഞാൽ അവർ പുറത്തുകൂടി വീഴുന്നു. ഒരാൾ പാലത്തിൻ്റെ പുറത്താണ് ഇരുന്നത്. അവരെ തലയിൽ ആദ്യം തെങ്ങ് വീണ്, തെങ്ങും പാലുമായിട്ട് താഴെ വീണ് അവർ പാലത്തിൻ്റെ അടിയിൽ. ഗുരുതരമായി പരിക്കേറ്റ സ്നേഹലത, ഉഷ എന്നിവർ ചികിത്സയിലാണ്. എല്ലാവരും അവിടെ കാണുമായിരുന്നു. ഞങ്ങൾ കാപ്പ് കുടിക്കാൻ വേണ്ടി താഴോട്ടങ്ങ് കുറെ മാറിയിരുന്നു. മുകളിലിരുന്നവരൊക്കെയാണ് സംഭവം കിട്ടിയത്. നമ്മൾ താഴെയാണ് ഇരുന്നത്. വിളി കേട്ടാണ് നമ്മൾ കഴിച്ചത്. നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 തിരുവനന്തപുരം. കലുങ്ക് സൗഹൃദ സംവാദ വിവാദങ്ങളിൽ വീണ്ടും രൂക്ഷമായി പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു. ആനന്ദവല്ലി ചേച്ചി വന്ന് തന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിനിടെ ഇന്നും വിവിധ ഇടങ്ങളിൽ കലുങ്ക് സൗഹൃദ സംവാദം സംഘടിപ്പിച്ചു. അന്തിക്കാട് നിവേദനം നൽകാനെത്തിയ വയോധികനെ മടക്കി അയച്ചതിനു പിന്നാലെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപത്തുക മടക്കി കിട്ടാൻ ഇടപെടൽ ആവശ്യപ്പെട്ട ആനന്ദവല്ലിയെ അപമാനിച്ചത് അടക്കമുള്ള സംഭവങ്ങൾ കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ ലക്ഷ്യത്തെ തന്നെ മങ്ങലേൽപ്പിച്ചിരുന്നു. പിന്നാലെ ഇന്ന് മുല്ലശ്ശേരിയിൽ നടന്ന കലുങ്ക് സൗഹൃദ സംവാദത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. കരുതിക്കുട്ടി ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഇതങ്ങ് വക്രീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അത് സ്വാഗതാർഹമല്ല. പക്ഷെ അതിന്റെ തെറ്റും അപകടം എന്താണെന്ന് അവർ തന്നെ അനുഭവിച്ച് അറിഞ്ഞു. കരുവന്നൂരിൽ ഇഡി സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണ്. അത് ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ എന്നും സുരേഷ് ഗോപി.
ED വ്യക്തമായി PMLA കോടതിയിൽ ഞങ്ങൾ 100 ചില്ലാനം കോടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ ബാങ്കിന് മാത്രമേ ഇത് വിൽക്കാനും ഇതിന്റെ പണം കൊണ്ടുവരാനും അത് ബാങ്കിന്റെ രജിസ്റ്ററിലുള്ള ഇവിടെ പൈസ തന്നിരിക്കുന്ന പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും ബാങ്കിനെ സാധിക്കൂ. ഇന്നും നാളെയും തൃശൂരിലെ വിവിധയിടങ്ങളിൽ കലുങ്ക് സൗഹൃദ സംവാദം തുടരും. 24 തൃശൂർ. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്ത് രാഷ്ട്രീയ പാർട്ടികൾ. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ രൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ ഉന്നയിച്ചത്. വിയോജിപ്പുകൾ രേഖപ്പെടുത്തി മുന്നോട്ടു പോകാം എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. CPIM, CPI, കോൺഗ്രസ്, BJP ഉൾപ്പെടെ 11 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത്. CPIM പ്രതിനിധി MB ജയരാജൻ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ രൂക്ഷമായി വിമർശിച്ചു. ഈ മാസം 29-ന് നിയമസഭയിൽ SIR-നെതിരെ പ്രമേയം കൊണ്ടുവരുമെന്നും MB ജയരാജൻ പറഞ്ഞു. CPIM-ന് വേണ്ടി പറയാനുള്ളത് ഈ SIR ഒരു പുനഃപരിശോധനക്ക് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കാനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള 12 തിരിച്ചറിയൽ രേഖകൾക്കൊപ്പം റേഷൻ കാർഡും കൂട്ടിച്ചേർക്കണമെന്ന് കോൺഗ്രസ് പ്രതിനിധി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. ഈ 11 ഡോക്യുമെന്റിന്റെ കൂടെ ആധാർ വന്നപ്പോഴും റേഷൻ കാർഡ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഈ പ്രാമാണിക രേഖയായി 12 രേഖ വന്നപ്പോൾ റേഷൻ കാർഡ് അതിൽ വന്നിട്ടില്ല. അപ്പോൾ ഡോക്യുമെന്റിന്റെ കാര്യത്തിലും അത് ഇൻസഫിഷ്യന്റ് ആണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ BJP പിന്തുണച്ചു. വിയോജിപ്പുകൾ രേഖപ്പെടുത്തി മുന്നോട്ടു പോകാമെന്നാണ് യോഗത്തിനു ശേഷമുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രതിഷേധം തുടർന്ന് BJP. പാലക്കാട് MLA ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകർ ഓഫീസ് താഴിട്ട് പൂട്ടാനും ശ്രമിച്ചു. എന്നാൽ പാലക്കാട് എത്തിയാൽ MLA തടയാനില്ലെന്നാണ് CPIM-ന്റെ നിലപാട്. ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നുവന്ന ഒരു മാസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും പാലക്കാടെത്താൻ തയ്യാറെടുക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് BJP പ്രവർത്തകർ MLA ഓഫീസ് ഉപരോധിച്ചത്. MLA ഓഫീസിലെ ചുവരുകളിൽ പോസ്റ്റർ പതിച്ച BJP പ്രവർത്തകർ ഓഫീസ് പൂട്ടാനും ശ്രമിച്ചു. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നേതാക്കൾ. പാലക്കാടിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ പ്രതിഷേധം തുടരും, ഒരു സംശയമില്ല കാര്യത്തിൽ. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് വിട്ടയച്ചതോടെയാണ് സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധം നിർത്തി BJP പ്രവർത്തകർ പിരിഞ്ഞുപോയത്. 24 പാലക്കാട്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. ഈ മാസം 23 ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. എല്ലാവർക്കും നന്ദിയെന്ന് മോഹൻലാൽ പ്രതികരിച്ചു. അഭിനയരംഗത്തെ സമാനതകളില്ലാത്ത സംഭാവനകൾ. മലയാളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു അഭിനേതാവിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം മോഹൻലാൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. എല്ലാവർക്കും നന്ദിയെന്ന് മോഹൻലാൽ. ജൂറിയോടും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനോടും ആദ്യം നന്ദി പറയുന്നു. എന്നെ ഇത്രയും വർഷം 48 വർഷം എന്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും, എന്റെ കുടുംബമാണ് സിനിമ, എന്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇതിന്റെ നന്ദി പറയുന്നു. മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകം. മോഹൻലാലിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷവും അഭിമാനവുമെന്ന് നടൻ മമ്മൂട്ടി. കലാസാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരും മോഹൻലാലിന് ആശംസകൾ അറിയിച്ചു. സ്വർണ്ണകമലം, പതക്കം, ഷാൾ, 10 ലക്ഷം രൂപ എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. 2004 സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരുന്നു. വർഷങ്ങൾക്കുശേഷം മോഹൻലാലിലൂടെ പുരസ്കാരം ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ്. 24 ഡൽഹി. മോഹൻലാലിന്റെ പുരസ്കാര നേട്ടത്തിൽ സന്തുഷ്ടരാണ് മലയാളികൾ എല്ലാവരും. അർഹതയ്ക്കുള്ള അംഗീകാരമെന്നാണ് മോഹൻലാലിന്റെ സുഹൃത്തുക്കളും വിലയിരുത്തുന്നത്. സംവിധായകൻ സിബി മലയിലിന്റെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും പ്രതികരണത്തിലേക്കാണ് ഇനി. വലിയ സന്തോഷമുണ്ട്, വലിയ അഭിമാനമുണ്ട്. കാരണം ഇത് എനിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ
സിനിമകൾ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിനായിട്ട് അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും, അല്ലെങ്കിൽ മലയാളത്തിനും അപ്പുറത്തേക്ക്, ഇന്ത്യക്കും അപ്പുറത്തേക്ക്, ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന എല്ലാവർക്കും വലിയ അഭിമാനം തരുന്നൊരു മുഹൂർത്തമാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കം മുതൽ 45 വർഷം അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ എത്തുന്ന ആ നിമിഷം മുതൽ ഈ 2025 ഇന്ന് ഈ ദാദാസാഹിബ് പുരസ്കാരം ലഭിക്കുന്ന ഈ നിമിഷം വരെയും ഉള്ളൊരു എന്താണ് സ്നേഹവും അടുപ്പവും സൗഹൃദമൊക്കെ പുലർത്തിപ്പോകുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമാണ്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മോഹൻലാൽ അർഹിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ വന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ആൾക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ലാലിനാണ്. എന്ന് വെച്ചാൽ ഇത് കിട്ടുന്നത് വളരെ വൈകിയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. എന്തായാലും ഗവൺമെന്റ് അന്ന് മോഹൻലാലിനെ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. ഞങ്ങൾക്കൊക്കെ ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. എന്തായാലും മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാം. മറ്റു റിപ്പോർട്ടുകളിലേക്കാണ് ഇനി. ഗസ നഗരത്തിൽ ആക്രമണം കടുക്കുമ്പോൾ ഇസ്രയേലി ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട് ഹമാസ്. ആക്രമണം തുടരുകയാണെങ്കിൽ ഇത് അവസാനത്തെ ചിത്രമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകൾ വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇതുവരെ 4 ലക്ഷത്തിലധികം പേർ വടക്കൻ ഗസയിൽ നിന്നും പലായനം ചെയ്തതായി ഗസ സിവിൽ ഡിഫൻസ് അറിയിച്ചു. 2 വർഷത്തിനിടെ ഇസ്രായേൽ നടത്തിയ ഏറ്റവും കടുത്ത ആക്രമണങ്ങൾക്കാണ് ഗസ നഗരം സാക്ഷ്യം വഹിക്കുന്നത്. ടാങ്കുകളും കവചിത വാഹനങ്ങളും പോർവിമാനങ്ങളും നഗരം വളഞ്ഞ് ആക്രമണം തുടരുന്നു. ഇതിനിടെ മുന്നറിയിപ്പുമായി ഇസ്രായേലി ബന്ദികളുടെ ചിത്രം പുറത്തുവിട്ട് ഹമാസ്. ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ ഇത് ബന്ദികളുടെ അവസാനത്തെ ചിത്രമാണെന്നും മുന്നറിയിപ്പ്. നിലവിൽ 48 ഇസ്രായേലി ബന്ദികളാണ് ഹമാസിന്റെ കൈവശമുള്ളത്. ആക്രമണം കടുത്താൽ ഹമാസ് ബന്ദികളെ കവചമാക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉയർന്ന നിരക്ക് മൂലം വാഹനം വാടകയ്ക്കെടുക്കാനാവാത്ത അവസ്ഥയാണ്. ജീവിതത്തിൽ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാശമാണ് ഗസയിലുള്ളതെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. H-1B വിസയ്ക്ക് വാർഷിക ഫീസ് $1 ലക്ഷം ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് നടപടിയിൽ ട്രംപ് ഒപ്പുവച്ചു. H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഇന്ത്യ ആയതിനാൽ ഇന്ത്യയെ ദോഷകരമായി ബാധിക്കുന്ന നടപടിയായിരിക്കും ഇത്. കുടിയേറ്റം തടയുന്നതിനും രാജ്യത്തേക്ക് വരുന്ന വിദേശികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമുള്ള അമേരിക്കൻ സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണ് പുതിയ നടപടികൾ. H-1B വിസയെ ആശ്രയിക്കുന്ന വ്യവസായങ്ങളെ പുതിയ നയം സാരമായി ബാധിക്കും. 3 വർഷത്തേക്ക് സാധുതയുള്ളതും 3 വർഷത്തേക്ക് കൂടി പുതുക്കാനാകുന്നതുമായ വർക്ക് വിസയായ H-1B വിസയ്ക്ക് ഇനി മുതൽ 88 ലക്ഷം രൂപയിലേറെ ചെലവ് വരും. 71% H-1B വിസ ഉടമകൾ ഇന്ത്യക്കാരായതിനാൽ ഇന്ത്യക്കാരെയാണ് നയം സാരമായി ബാധിക്കുക. IT മേഖലയിലടക്കം അമേരിക്കയിലേക്ക് പോകാനിരിക്കുന്ന ഇന്ത്യക്കാർക്ക് തീരുമാനം തിരിച്ചടിയാകും. വിദഗ്ധ തൊഴിലാളികളെ ആശ്രയിക്കുന്ന കമ്പനികളിലെ നിയമനത്തിനുള്ള H-1B വിസകൾക്ക് ചെലവേറുന്നത് തൊഴിൽദാതാക്കൾക്ക് തലവേദനയാകും. വലിയ മുതൽമുടക്കിൽ വിദേശികളെ കൊണ്ടുവരുന്നതിൽ നിന്ന് കമ്പനികൾ വിട്ടുനിന്നേക്കും. ട്രംപിന്റെ നിർദ്ദേശം വന്നതോടെ നാളെ തിരികെ എത്തണമെന്ന് വിദേശ ജീവനക്കാർക്ക് ടെക് ഭീമൻ മൈക്രോസോഫ്റ്റ് നിർദ്ദേശം നൽകി. അതേസമയം ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ നടപടികളെ സ്വാഗതം ചെയ്ത് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് രംഗത്തെത്തി. $1 ലക്ഷം നൽകി US-ലേക്ക് കൊണ്ടുവരാൻ മാത്രം യോഗ്യരാണോ അപേക്ഷകർ എന്ന് കമ്പനികൾ തീരുമാനിക്കണമെന്നും US വാണിജ്യ സെക്രട്ടറി പറഞ്ഞു. H-1B വിസ ഫീ വർധന വരുമെന്ന വാർത്തയെ തുടർന്ന് IT ഓഹരികൾ നഷ്ടം നേരിട്ടു. ഇൻഫോസിസിന്റെയും കോഗ്നിസന്റിന്റെയും ഓഹരി വില ഇടിഞ്ഞു. ഗ്രീൻ കാർഡിന് ബദലായി വിഭാവനം ചെയ്യുന്ന ഗോൾഡൻ കാർഡിന് $10 ലക്ഷം ചെലവ്. ബിസിനസ് ഡെസ്ക് 24. H-1B വിസയിൽ പൂർണ്ണ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ US അധികാരികൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വ്യവസായ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ അനിവാര്യം. നൈപുണ്യ കൈമാറ്റം ഇരു രാജ്യങ്ങളുടെയും വളർച്ചയെ സഹായിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. MSC എൽസാത്രി കപ്പൽ അപകടം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ വൻ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കിയതായി പഠന റിപ്പോർട്ട്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കടൽ നേരിടുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ച് വിശദാംശങ്ങളുള്ളത്. മത്സ്യങ്ങളിലൂടെ ഘനലോഹ സാന്നിധ്യം മനുഷ്യരിലേക്ക് എത്താമെന്ന മുന്നറിയിപ്പും റിപ്പോർട്ട് നൽകുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. അറബിക്കടലിൽ മുങ്ങിയ MSC എൽസാത്രി കപ്പൽ വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കി എന്ന റിപ്പോർട്ടാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം പുറത്തുവിട്ടത്.
തെക്കുകിഴക്കൻ അറബിക്കടലിലുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. കൊച്ചി മുതൽ കന്യാകുമാരി വരെ ശേഖരിച്ച സാമ്പിളുകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. കടൽവെള്ളത്തിന്റെ ഉപരിഘടനയിലും താഴ്ചയിലും ഘനലോഹ സാന്നിധ്യം കണ്ടെത്തി. നാഫ്തലിൻ, ലെഡ്, കോപ്പർ, നിക്കൽ തുടങ്ങിയവയുടെ സാന്നിധ്യം കടലിലെ ജൈവ വൈവിധ്യത്തിനും ദോഷകരമാണ്. മത്സ്യങ്ങളിലൂടെ ഈ ഘനലോഹങ്ങൾ മനുഷ്യരിലേക്കെത്താനുള്ള സാധ്യതയുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു. മുങ്ങുന്ന സമയത്ത് കപ്പലിൽ 367 ടൺ ഫർണസ് ഓയിലും 84 ടൺ ലോ സൾഫർ ഡീസലും ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഹൈഡ്രോ കാർബൺ സാന്നിധ്യം കാണുന്നത് ഇപ്പോഴും എണ്ണച്ചോർച്ച വ്യക്തമാക്കുന്നതാണ്. സമുദ്രത്തിന്റെയും മത്സ്യ വൈവിധ്യത്തിന്റെയും സംരക്ഷണത്തിന് ദീർഘകാല നിരീക്ഷണവും പരിഹാര നടപടികളും വേണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മത്സ്യത്തൊഴിലാളികളടക്കം നേരത്തെ ഉന്നയിച്ച അതേ ആശങ്കകളാണ് ഇപ്പോൾ പഠനത്തിലൂടെ പുറത്തുവരുന്നത്. 24 കൊച്ചി. ലോട്ടറിക്ക് 40% GST നിരക്ക് ഏർപ്പെടുത്താനായി സാധാരണ ലോട്ടറിയുടെ സമ്മാനങ്ങളുടെ എണ്ണവും ഏജന്റ് കമ്മീഷനുകളും കുറച്ചു. ആകെ സമ്മാനങ്ങളിൽ 6500ഓളമാണ് കുറച്ചത്. 1 കോടി രൂപയിലധികം സമ്മാനത്തുകയിലും കുറവുണ്ട്. ടിക്കറ്റ് വില മാറ്റമില്ലാതെ തുടരും. 24 എക്സ്ക്ലൂസീവ്. തിങ്കളാഴ്ച മുതൽ പുതിയ GST നിരക്കുകൾ നിലവിൽ വരും. 28% ലോട്ടറിയുടെ GST 40% ഉയരുന്നത്. ടിക്കറ്റ് വില ഉയർത്താതെ GST നിരക്ക് വർധന നടപ്പാക്കാൻ വേണ്ടിയാണ് സമ്മാനങ്ങളുടെ എണ്ണവും കമ്മീഷനും സർക്കാർ കുറച്ചത്. ഉദാഹരണത്തിന് എല്ലാ വെള്ളിയാഴ്ചകളിലും നറുക്കെടുക്കുന്ന സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് വില 50 രൂപ തന്നെ. ഉയർന്ന സമ്മാനങ്ങളിലും മാറ്റമില്ല. പക്ഷേ 5000 രൂപയുടെയും 1000 രൂപയുടെയും സമ്മാനങ്ങളുടെ എണ്ണം കുറച്ചു. മുൻപ് സുവർണ കേരളം ടിക്കറ്റിൽ 21,600 പേർക്ക് 5000 രൂപയും 32,400 പേർക്ക് 1000 രൂപ വീതവും സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. ഇത് കുറച്ചു. 5000 രൂപയുടെ സമ്മാനങ്ങൾ 20,520 1000 രൂപയുടെ സമ്മാനങ്ങൾ 27,000 കുറച്ചു. ആകെ സുവർണ കേരളം ടിക്കറ്റിൽ മാത്രം 6,480 ഭാഗ്യശാലികളുടെ കുറവുണ്ടാകും. സമ്മാന തുക കണക്കാക്കിയാൽ 1,08 ലക്ഷം രൂപയുടെ കുറവ് വരും. ടിക്കറ്റ് വിൽപ്പന നടത്തുമ്പോഴും വിറ്റ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിച്ചാലും ഏജന്റിന് കമ്മീഷൻ ലഭിക്കും. ആ കമ്മീഷനിലും കുറവ് വരുത്തി. സമ്മാനങ്ങൾക്കുള്ള പ്രൈസ് കമ്മീഷൻ 12% നിന്ന് 9% കുറച്ചു. 75 പൈസയാണ് ഒരു ടിക്കറ്റ് വിൽക്കുന്നയാൾക്ക് കമ്മീഷനിൽ കുറയുക. ഈ പ്രൈസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒന്നാം സമ്മാനം ഉൾപ്പെടെയുള്ള വലിയ സമ്മാനങ്ങൾക്ക് ആ സമ്മാനാർഹരിൽ നിന്നാണ് ആ പൈസ പിടിക്കുന്നത്. എന്നിട്ട് പോലും അതിലും വരെ കുറവ് വരുത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നു. ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ പ്രതീക്ഷയ്ക്ക് മേൽ 50 രൂപയെന്ന് മുടക്കി ലോട്ടറി എടുക്കുന്ന ഒരാളുടെ പ്രതീക്ഷയ്ക്ക് മേൽ വളരെ വലിയ നഷ്ടമാണ് സർക്കാരിന്റെ ഈ നടപടിയിലൂടെ വന്നിട്ടുള്ളത്. 22-ാം തീയതി മുതൽ പുതിയ GST നിരക്ക് നിലവിൽ വരുമെങ്കിലും ടിക്കറ്റുകളിൽ ഇത് പ്രതിഫലിക്കുക 26-ാം തീയതി മുതലാണ്. ഓണം ബമ്പർ ടിക്കറ്റിന് പുതുക്കിയ GST നിരക്ക് ബാധകമാകില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന സദസ്സിനെ അനുകൂലിച്ചുള്ള സർക്കുലറിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം. ക്ലറിക്കൽ പിഴവാണ് സംഭവിച്ചതെന്നും ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA വ്യക്തമാക്കി. വികസന സദസ്സുമായി സഹകരിക്കേണ്ടെന്ന UDF നിലപാട് തള്ളിയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സർക്കുലർ ഇറക്കിയത്. വികസന സദസ്സ് ദൂർത്തെന്നും സഹകരിക്കില്ലെന്നുമുള്ളതായിരുന്നു UDF നിലപാട്. ഇതിനെ തള്ളി വികസന സദസ്സിൽ നിന്ന് മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സർക്കുലറിന്റെ ഉള്ളടക്കം. വിവാദമായതോടെ നിലപാട് മാറ്റി. സർക്കുലറിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA. അല്ല, സർക്കുലർ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ടത്. എനിക്ക് തിങ്കളാഴ്ച നിയമസഭയിൽ ഞാനത് ഓഫീസിൽ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതിൽ വന്ന ഒരു ചെറിയ ക്ലറിക്കൽ എറർ എന്നുള്ളതിൽ കവിഞ്ഞതിന് വേറെ യാതൊരു ഇതും സർക്കാരിന്റെ സദസ്സുമായിട്ട് ഈ സദസ്സിന് യാതൊരു ബന്ധമല്ല. സ്വന്തം നിലയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വികസന സദസ്സ് ആരംഭിക്കാനാണ് UDF നീക്കം. മുസ്ലിം ലീഗിന്റെ സർക്കാർ അനുകൂല സർക്കുലർ പുറത്തു വന്നതോടെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഈ മാസം 22 മുതൽ അടുത്ത മാസം 20 വരെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ സർക്കാർ വികസന സദസ്സ് നടത്തുന്നത്. 24 മലപ്പുറം. കേരള കോൺഗ്രസ് പാർട്ടികൾ ഒന്നിക്കണമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. പാർട്ടി പിളരുംതോറും വോട്ട് ചെയ്യുന്നവരും ചിതറിപ്പോവുകയാണ്. വോട്ട് ചെയ്യുന്നവരിൽ പിളർപ്പ് ആശങ്ക ഉണ്ടാക്കുകയാണെന്നും തോമസ് തറയിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ ജോബിനസ് കൊട്ടാരത്തിൽ എഴുതിയ PJ ജോസഫിന്റെ ജീവചരിത്രം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു മാർ തോമസ് തറയിലിന്റെ പ്രതികരണം. കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്നും പാർട്ടി പിളരുംതോറും വോട്ട് ചെയ്യുന്നവരും ചിതറിപ്പോവുകയാണെന്നും തോമസ് തറയിൽ ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു. നിങ്ങളിങ്ങനെ പിളർന്ന് കഷണമായി പോകുന്നതോറും
നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ട് ഈ പ്രദേശത്തൊക്കെ ഞങ്ങൾ കുറെ മട്ടന്മാരൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെടുകയും ഞങ്ങളെല്ലാം പല വഴിക്കായിട്ട് ചിതറിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ നാടിന്റെ നന്മ സ്വപ്നം കണ്ടുള്ള നല്ല തീരുമാനങ്ങൾ, പാർട്ടിയുടെ നന്മ മാത്രം സ്വപ്നം കണ്ടാൽ പോരാ. വനം വന്യജീവി വിഷയത്തിലടക്കം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനവും തോമസ് തറയിൽ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം മന്ത്രി പറയുന്നത് കേട്ടു, ഇത്ര പന്നികളെ ഞങ്ങൾ വെടിവെച്ചു കൊന്നു. എത്ര പന്നികളെ വെടിവെച്ച് കൊന്നു എന്നുള്ളതിന്റെ കണക്ക് അവതരിപ്പിക്കപ്പെടും. എത്ര പേര് ഈ പന്നിയുടെ ആക്രമണത്തിൽ മരിച്ചുപോയി എന്നുള്ളത് ആരും മിണ്ടുന്നില്ല. എത്ര പേരെ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് കൊന്നു അതാരും മിണ്ടുന്നില്ല. കേരള കോൺഗ്രസുകളുടെ ലയനത്തിനായി സഭാ നേതൃത്വം ഇടപെടൽ നടത്തുന്നുവെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം. ടോബി ജോൺസൺ, 24 കോട്ടയം. ഭിക്ഷാടനം ഉപജീവനമാക്കിയയാളോട് ജീവനാംശം ആവശ്യപ്പെടാൻ ഭാര്യയ്ക്ക് കഴിയില്ലെന്ന് ഹൈക്കോടതി. ഭർത്താവ് പ്രതിമാസം ഭിക്ഷയാചിച്ചടക്കം ലഭിക്കുന്ന 25,000 രൂപയിൽ നിന്നും 10,000 രൂപ ആവശ്യപ്പെട്ടുള്ള രണ്ടാം ഭാര്യയായ യുവതിയുടെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഭാര്യമാരെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കാൻ അവകാശമില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഒന്നാം ഭാര്യയ്ക്കൊപ്പം ജീവിക്കുമ്പോൾ തന്നെയാണ് കാഴ്ചപരിമിതിയുള്ള പാലക്കാട് സ്വദേശി സെയ്ദലവി ഹർജിക്കാരിയെ വിവാഹം കഴിച്ചത്. ഹർജിക്കാരിയെ തലാക്ക് ചൊല്ലി മൂന്നാമതൊരു വിവാഹം കൂടി കഴിക്കാൻ പോവുകയാണെന്ന് സൈദലവി തുടർച്ചയായി ഭീഷണിപ്പെടുത്തി. ഇതോടെയാണ് ജീവനാംശം തേടി ഹർജിക്കാരി കുടുംബ കോടതിയെ സമീപിച്ചത്. ഭിക്ഷയെടുക്കുന്നതടക്കം ഭർത്താവിന് പ്രതിമാസം 25,000 രൂപ വരുമാനമുണ്ടെന്നും ഇതിൽ നിന്ന് 10,000 രൂപ തനിക്ക് വേണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. എന്നാൽ യാചകനായ ഒരാളിൽ നിന്ന് ഭാര്യയ്ക്ക് ജീവനാംശം ആവശ്യപ്പെടാനാവില്ലെന്ന് കാണിച്ച് ഹർജി കുടുംബ കോടതി തള്ളി. ഇതോടെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കുടുംബ കോടതി ഉത്തരവ് ശരിവെച്ചു. എന്നാൽ മൂന്നാം വിവാഹം കഴിക്കാൻ സെയ്ദലവി ഒരുങ്ങുന്നു എന്നതിനെ കണ്ടില്ലെന്നടിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഭാര്യമാരെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കാൻ അവകാശമില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. അതേസമയം മുസ്ലിം പുരുഷന്മാർക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടെന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്നും ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ച് കോടതി കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗാഡ്ജറ്റ് ഷോറൂം മൈജിക്ക് സ്വന്തം. കോഴിക്കോട് തൊണ്ടയാടിലാണ് അതിവിശാലമായ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരും ചേർന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗാഡ്ജറ്റ് ഷോറൂമുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരും ചേർന്നാണ് വലിയ ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വൻ ജനാവലിയുടെ വലിയ ആവേശത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. മന്ത്രി മുഹമ്മദ് റിയാസും ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും വലിയ ഷോറൂം എന്നതിനൊപ്പം എല്ലാ ബ്രാൻഡുകളുടെയും പുതിയ ഗാഡ്ജറ്റുകൾ കുറഞ്ഞ നിരക്കിൽ ഒരു കുടക്കീഴിൽ എന്നതാണ് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിന്റെ പ്രത്യേകതയെന്ന് മൈജി ചെയർമാൻ AK ഷാജി പറഞ്ഞു. ഇത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. വാങ്ങിക്കാൻ പറയുന്നില്ല, നിങ്ങൾ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എക്സ്പീരിയൻസ് സ്റ്റോറാണ്. മൈജിയുടെ ഏറ്റവും വലിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനായതിന്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരും. സൗത്ത് ഇന്ത്യയിലെ തന്നെ മൈജിയുടെ ഏറ്റവും വലിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ മൈജി കുടുംബത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. അപ്പോൾ എനിക്കും വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇതൊരു പേര് സൂചിപ്പിക്കുന്നത് പോലെ എപ്പിക് ഷോറൂം തന്നെയായി തീരട്ടെ. നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന വലിയ സംരംഭത്തിനാണ് മൈജി തുടക്കമിട്ടതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. നിരവധി പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലിയും ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായകരമായ ഒരു സ്ഥിതിയും ഉണ്ടാകും. വിശാലമായ ഷോറൂമിൽ വലിയ കളക്ഷനുകൾ എന്നതിനൊപ്പം തന്നെ ലൈവ് എക്സ്പീരിയൻസും ഒരുക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ആദ്യ മൈജി ഷോറൂമാണ് കോഴിക്കോട് തൊണ്ടയാട് പ്രവർത്തനം ആരംഭിച്ച മൈജി ഫ്യൂച്ചർ എപ്പിക്. ഇതുപോലെ വലിയ ഷോറൂമുകൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും വൈകാതെ തുടങ്ങാനാണ് മൈജി ലക്ഷ്യമിട്ടിരിക്കുന്നത്. 24 കോഴിക്കോട്. ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പരപ്പ സ്വദേശിയുടെ കാറിനാണ് തീപിടിച്ചത്. കാസർഗോഡ് നിന്നും അരുൺ പാറയ്ക്കൽ നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ആർക്കെങ്കിലും പരിക്കുണ്ടോ? എന്താണ് സംഭവിച്ചത് അവിടെ? രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. പരപ്പ ടൗണിൽ വെച്ചാണ് ഈ അപകടം നടന്നത്. പരപ്പ സ്വദേശിയായ അർജുൻ പരപ്പ ടൗണിലെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വാഹനത്തിന്റെ മുൻവശത്ത് പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കാറിന് തീപിടിച്ചത്. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും
കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രജിൻ. ശരി, അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.